നിയമസഭാ ഇലക്ഷന് തൃശ്ശൂർ താമര വിരിക്കാനായി മാഡം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് ഈ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താമോ? രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമാണ്. പിന്നെ ജനങ്ങളുടെ ഒരു ഇതുണ്ട്. കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്. എനിക്കെല്ലാം അറിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസ്സിലാണെങ്കിലും എല്ലാം എനിക്കറിയുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം എവിടെ ചെന്നാലും വളരെ സ്നേഹത്തോടുകൂടി എന്നെ സ്വീകരിക്കുന്ന ആളുകളാണ്. പിന്നെ അവർക്ക് ഞാൻ 2 പ്രാവശ്യം ഇവിടെ നിന്ന് തോറ്റു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറിയ ഇതിനാണ് ഞാൻ തോറ്റേന്നൊക്കെയുള്ള സങ്കടമുണ്ട്. അപ്പോൾ ചേച്ചീനെ സങ്കടപ്പെടുത്തി വിട്ടു എന്ന് കോൺഗ്രസ്സുകാരുടെ ഇടയിലും ആ ഒരു സങ്കടമുണ്ട്. പിന്നെ BJPക്കാർ 2 കൈ കൊണ്ടും ആണ് എന്നെ സ്വീകരിച്ചത്. ഏറ്റവും വലിയ സമാധാനം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലു വാരലോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊരു ടെൻഷൻ തരാണ്ട് എൻ്റെ സ്വന്തം ഇതുമാതിരിയാണ് അവരെന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനൊരു ടെൻഷനും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഇലക്ഷനാണെന്ന് തോന്നുന്നു. ഇന്നാണ് ഈ പ്രചരണമെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നു. ഇനി എവിടെയൊക്കെ കവർ ചെയ്യും, എത്ര ദിവസം എടുക്കും, പിന്നെ അതുപോലെ തന്നെ വോട്ട് എത്ര പ്രതീക്ഷിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂട്ടാണ് ഞാൻ വന്നത്. എന്നെ വല്ലാണ്ട് നിരാശപ്പെടുത്തി. അതും ചെറിയൊരു വോട്ടിനാണ് ഞാൻ തോറ്റത്. ഇത്രയും പാർട്ടിയുടെ ഉള്ളൊന്നും പിന്നെ സുരേഷ് ഗോപി വന്നതും എനിക്കതൊന്ന് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആൾക്ക് നല്ലോണം എൻ്റെ വോട്ടുകൾ മുഴുവൻ ആൾ പിടിച്ചു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം. ഇപ്രാവശ്യം പിന്നെ അതൊന്നുമില്ല. പിന്നെ അദ്ദേഹം എൻ്റെ കൂടെ നല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ പഴയ ആളുകൾ, എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ ആളുകളും എല്ലാം എന്നോട് മാനസികമായിട്ട് അവർക്ക് എന്നോട് ഇപ്പോഴും അടുപ്പുണ്ട്. അങ്ങനെ അതിൽ പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ കൂടെയായിരുന്നു ഞാൻ. പലരും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും, ചേച്ചി ഞങ്ങളുടെ വോട്ട് ചേച്ചിക്കാണ്, ഇപ്രാവശ്യം ചേച്ചി സങ്കടപ്പെട്ട് പോകരുത് എന്ന് പലരും എന്നോട് പറയാറുണ്ട്. ലീഡറിന്റെ മകൾ എന്നുള്ള ആ ഒരു തരംഗം കൂടി ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാവരും ഇപ്പോഴും പറയുന്നത്, നമ്മൾ എത്ര ഐഡന്റിറ്റി പറഞ്ഞാലും കെ കരുണാകരൻ്റെ മോൾ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഐഡന്റിറ്റി. എവിടെ ചെന്നാലും കരുണാകരൻ സാറിൻ്റെ മോള് അല്ലെങ്കിൽ ലീഡറുടെ മോള് എന്ന് പറയാണ് ആൾക്കാർ പറയണത്. എന്നിട്ടേ എൻ്റെ പേര് പിന്നെ പറയുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഒരു ഭരണവിരുദ്ധ വികാരം, സ്വർണ്ണക്കൊള്ള, അഴിമതി, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഇത്രയും കൊല്ലം ഇവിടെ കേരളത്തിലെ 2 കൂട്ടരും മാറി മാറി ഭരിച്ചു. ഒരു 3ാം മുന്നണി വേണമെന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം കേരളത്തിൽ എന്താ പറയണ്ട, ഒരു വികസനമാണ് BJP മുന്നിലേക്ക് വെക്കുന്നത്. കേരളം ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം എടുക്കാം. ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ട അതേ തൃശ്ശൂരാണ്. ഒരു വ്യത്യാസവും ഇല്ല. കെട്ടിടങ്ങളായപ്പോലും ഒന്നുകൂടെ കാണാനില്ല. ഇവിടെ വികസനം വേണം. ഏറ്റവും കൂടുതൽ ഇവിടെ ആവശ്യം ഇവിടെ തൃശ്ശൂരിൻ്റെ വികസനമാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അക്കാര്യത്തിൽ എൻ്റെ പിതാവിൻ്റെ മാരിയാണ്. നല്ല ധൈര്യം അങ്ങനത്തെ കാര്യത്തിനൊക്കെ. പക്ഷെ നമുക്കിതൊരു അവസരം ഇതുവരെ ജനങ്ങൾ തന്നിട്ടില്ല. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, എനിക്കൊരു അവസരം തരൂ, എന്നിട്ട് ഞാൻ മോശമാണെങ്കിൽ നിങ്ങൾ പിന്നെ തള്ളിക്കളഞ്ഞോളൂ. പക്ഷെ അതിനുള്ളൊരു അവസരം പോലും നമുക്ക് അവർ തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കോർപ്പറേഷനിലൊക്കെ ഇങ്ങനെ ഇതായത്. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ ഗുണം കൊണ്ട് ജയിച്ചു വന്നതൊന്നുമല്ല ഇതിലത്തെ. പക്ഷെ ഇപ്പം ഇതിനേക്കാളും മോശമായിട്ട് കോൺഗ്രസ്സിൽ അടിയാണ്. ഒരാൾ തന്നാൽ മറ്റാൾ തോപ്പിക്കും. നമുക്ക് ആ 2 കൂട്ടരെ ഒന്ന് വിലയിരുത്തണം. അതായത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ എന്നും തല്ലും പിടിയാണ്, അധികാരക്കൊതി, പരസ്പരം കാലുവാരൽ, പിന്നിൽ നൂതൽ, അതിൽ ഏറ്റവും വലിയൊരു ഇരയാണ് മാഡവും. അതുപോലെ തന്നെ LDF എടുത്ത് നോക്കിയാൽ ആരും വളർന്നു വരാൻ അനുവദിക്കില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശൈലജ ടീച്ചർ. അതുപോലെ തന്നെ ജയരാജൻ, അങ്ങനെ ഒട്ടേറെ പേരെ അടിച്ചൊതുക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും. ഇപ്പോ കോൺഗ്രസിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് LDF തിരിയുന്നുണ്ട്. അതായത് കുടുംബത്തിലേക്ക് അധികാരത്തിനെ കൈകടത്താനായിട്ട്. അപ്പോ ഈ ഒരു കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവരാ. നമ്മളിതൊന്നും പറയേണ്ട കാര്യമില്ല. എന്ത് നടക്കണോ ഓരോ ദിവസം എന്നുള്ളത് നമ്മളെക്കാളും കൂടുതൽ അവർക്ക് അറിയുന്നത്. അവർ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്നുള്ള, ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു പുതിയൊരു മാറ്റം വേണോ, ഇതെല്ലാം ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്.
മാഡം നമുക്ക് ഈ കേന്ദ്രത്തിലേക്ക് ഒന്ന് കിടക്കാം. അതായത് മോദി ഗ്യാരണ്ടി അല്ലെങ്കിൽ ആ ഒരു മോദി എന്ന ബ്രാൻഡ് അതിവിടെ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരെല്ലാം പറയാറുള്ളത് ആ കേന്ദ്രത്തിൽ നടക്കുന്ന ആ വികസനം ഒന്നും നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നില്ല, അവർ കേരളത്തിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെല്ലാം ചിലർ പറയുന്നുണ്ട്. നമ്മളത് കേൾക്കാറുണ്ടല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് കേന്ദ്ര പദ്ധതികളെ ഇവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഇവിടേക്ക് വരാനായി അനുവദിക്കുന്നില്ല. അപ്പൊ ആ മോദി ഗ്യാരണ്ടി നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ പ്രതീക്ഷയോട് കൂട്ടാ ആ മോദി ഗ്യാരണ്ടി ഇവിടെയും കൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവിടെ നല്ലൊരു MP ഉണ്ട് BJP-യുടെ. ഒരു കോൺഗ്രസ് അല്ല BJP MLA കൂടി വന്നാൽ, അല്ലാണ്ട് കോൺഗ്രസ് വന്നിട്ട് ഇവിടെ ഒരു കാര്യമില്ല, എന്ത് ചെയ്യാനാ? അപ്പോൾ അങ്ങനെ ഒരു BJP വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും MP MLA എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ പല കാര്യങ്ങളും എൻ്റെ കാര്യം എനിക്ക് പറയാം, തൃശ്ശൂർ ഞങ്ങൾക്ക് നടത്താൻ പറ്റും. അതേമാതിരി തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും BJP എപ്പോഴും ഒരേ ആളുകൾ ഭരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പം പല കാര്യങ്ങളും ഗവൺമെന്റ് പുറത്തു പോലും പറയണില്ല മോദി ഗവൺമെന്റിന്റെ കൊടുത്തിട്ടുള്ള കാര്യത്തിൽ. അപ്പൊ പിന്നെ വെറുതെ വെള്ളത്തിൽ ഇത് കളിക്കാൻ മാതിരിയേ ഉള്ളൂ ഇപ്പൊ ചെയ്യണത്. അത് നമ്മുടെ ആൾക്കാർ പറയണം. ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലും ഇവരതിന് എന്താ പറയാനും സമ്മതിക്കില്ല. അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പോലും കിട്ടിയാലും അത് ഇടില്ല. അങ്ങനെ ചിന്തിക്കരുത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം. അല്ലാണ്ട് ഇവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ദോഷം വരും, അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. തൃശ്ശൂർ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആദ്യം വേണ്ടത് ഡെവലപ്മെന്റ് ആണ്. ഒന്നുമില്ല അവിടെ. ശരിക്കും ഒരു തരിശ് നിലമാരിയാണ്. അവിടെ എന്ത് ഏതായാലും കിളിർക്കും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു IT പാർക്കാണ്, മറ്റേ ഇൻഫോ പാർക്കാണ് എൻ്റെ ഒരു ലക്ഷ്യം സത്യം പറഞ്ഞ. അപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പലരും ജോലി തേടി ദൂരേക്ക് പോവുക. ഇന്നിപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു സ്ത്രീ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് മരിച്ചു എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരുമില്ല. അപ്പം മക്കളെ കൊണ്ടുപോയി അവർക്ക് മരിക്കാൻ, സ്വന്തം സ്ഥലത്ത് മരിക്കാനുള്ള അവകാശം കൂടി ഇല്ലാണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു വലിയ കഷ്ടമുള്ള കാര്യം. അപ്പം കുട്ടികളെ മാക്സിമം ഇവിടെ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വികസനം. പിന്നെ വികസനത്തിന് ആദ്യം നല്ല റോഡ് വേണം, വെള്ളം വേണം, കറണ്ട് വേണം. ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ബിസിനസ് വരും ഇങ്ങോട്ട്. ഇതിപ്പോൾ IT പലതും ഒക്കെ ഇവിടുന്ന് പോവാണ് പിന്നെ തൃശ്ശൂർ എന്താ പറയാ, 6 മണി 7 മണി കഴിഞ്ഞാൽ ജനങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്താ പറയാ, ഒരു ഇരുട്ട് പിടിച്ച ഒരു സ്ഥലമാണ്. എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പലരും ബാംഗ്ലൂർ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൊച്ചി മതി എന്ന് പറയുന്ന ഇതിലേക്ക് എത്തി. അത് അന്ന് എയർപോർട്ട് വരേണ്ടതായിരുന്നു ഇവിടെ. അപ്പൊ ഇവിടുത്തെ കുറച്ച് കോൺഗ്രസ്സുകാർ തന്നെയാണ് എതിർത്തത്. ആ എയർപോർട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ എന്തൊരു വ്യത്യാസം വന്നേനെ. എൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമായിട്ടാണ് അത് അങ്ങോട്ട് കൊണ്ടുപോയത്. ആൾക്ക് തൃശ്ശൂർ വേണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു ടൂറിസം ഇല്ല, ആൾക്കാർക്ക് വൈകുന്നേരം എവിടെയും പോയിരിക്കാൻ സ്ഥലമില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ച് ചെയ്യണം. എന്തെങ്കിലും ഒന്ന് നടക്കുന്ന പിന്നെ ഞാൻ എൻ്റെ പിന്നാലെ വിടില്ല, അതിൻ്റെ പിന്നാലെ നടക്കും. അതാണ് എൻ്റെ നേച്ചർ. അത് ശരിയാവില്ല, ഞാൻ തള്ളിക്കളയില്ല. അപ്പൊ അങ്ങനെ പലതും ചെയ്യാൻ പറ്റും എനിക്ക്, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ധൈര്യമായിട്ട് പ്രാവശ്യം വന്നതെന്ന്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, ഇത്തവണ കേരളത്തിൽ എത്ര ഇടങ്ങളിലായിരിക്കും താമര വിരിയുക? അതേപോലെ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ജനങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം നല്ലോണം MLA മാരുണ്ടാവും BJPക്ക്. അത് ശക്തരായിട്ടുള്ള MLA മാരുണ്ടാവും. നമ്മൾ പറയില്ലേ, ചിലതൊക്കെ കൂടുതൽ വേണ്ടല്ലോ, 5-10 ഉണ്ടെങ്കിൽ പോലും ഈ ബാക്കി 100 തുല്യമാണ്. അങ്ങനെയുള്ള MLA മാരാണ് ഇനി വരാൻ പോണത്. അപ്പം തീർച്ചയായും BJP ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇലക്ഷൻ ആയപ്പോ തന്നെ കണ്ടില്ലേ എത്ര പേര് പാർട്ടി മാറി. ഇനിയും മാറാനുണ്ട് ആൾക്കാർ, ഇനി കൂട്ടത്തോടെ വരും. ഈ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താവും നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ അതിന്നൊരു ഒഴുക്ക് തന്നെ ഉണ്ടാവും BJPയിലേക്ക്. എന്തായാലും എല്ലാവിധ ആശംസകളും വേണം.